കഥ അഭിനയം. എഴുതിയത് ശ്രീകുമാരി ശങ്കരനല്ലൂർ. അഭിനയം. വില്യം ഷേക്സ്പിയർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ജീവിതം ഒരു നാടകമാണെന്ന്. നമ്മളെല്ലാം അതിലെ അഭിനേതാക്കളാണ്. എത്ര ശരിയായ പ്രസ്താവന! ജീവിത നാടകവേദിയിൽ എത്രയെത്ര കഥാപാത്രങ്ങൾ! സിനിമയിലെ പോലെ ഒരേ വേഷമല്ല. അതായത് നായകന് സിനിമ തീരും വരെ നായകനായാൽ മതി. പക്ഷേ ജീവിത നാടകത്തിൽ നായകന് വിവിധ വേഷങ്ങൾ കെട്ടിയാടണം. നായകൻ്റെ, പ്രതിനായകൻ്റെ, വില്ലൻ്റെ, ഹാസ്യനടൻ്റെ, പിന്നെ ചിലപ്പോൾ പൊട്ടക്കണ്ണനായി, ചിലപ്പോൾ ബധിരനായി. ഈ നാടകത്തിൻ്റെ സംവിധാനം അജ്ഞാത കരത്തിലാണ്. ഏതു നിമിഷവും ഈ കഥ നിന്നുപോകാം. സ്വയം അഭിനയിക്കുകയും സഹ അഭിനേതാക്കളെ കൂടെ കൊണ്ടുപോവുകയും വേണം. സ്പോട്ട് ബോയ് പോലും ആകണം. ഇതിനെല്ലാം പുറമെ ചാർലി ചാപ്ലിൻ പറയുന്നത് പോലെ ഒരു കൊമേഡിയൻ ദുഃഖത്തിലും ചിരിക്കണം. അതുപോലുള്ള സന്ദർഭങ്ങളും ജീവിത നാടകത്തിലുണ്ട്. എന്തായാലും സ്റ്റേജിലെത്തിയോ പിന്നെ അഭിനയിക്കുക തന്നെ. മരുമകളുടെ കല്യാണമാണ്. താൻ എടുത്തു വളർത്തിയ പ്രിയ ദേവനന്ദ. വിശാലമായ ഓഡിറ്റോറിയത്തിലെ ഒരു കസേരയിൽ ഇരിക്കുകയാണ് ദീപക് ദേവ്. കല്യാണം കഴിഞ്ഞുള്ള ഫോട്ടോ എടുപ്പാണ്. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല. നല്ല ക്ഷീണം. സ്റ്റേജിൽ തിരക്ക് തന്നെ. എൻ്റെ പ്രാണപ്രിയ ശ്രീജ സ്റ്റേജിലെ മുഴുവൻ ചാർജ് ഏറ്റെടുത്ത പോലെ ബാച്ചായി ഓരോരുത്തരെയും നിർത്തി ഫോട്ടോ എടുപ്പിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അമ്മയോടും ചേച്ചിയോടും സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. ഇന്നലെ അവൾക്കും നല്ല ഉറക്കം കിട്ടിയില്ല. കല്യാണ പെണ്ണിൻ്റെ പെട്ടിയൊരുക്കലും ആഭരണങ്ങൾ എടുത്തു വയ്ക്കലും എന്തിനും ഏതിനും മാമി എന്ന് പറഞ്ഞവളെ ചുറ്റിപ്പിടിക്കുന്ന ദേവ. അമ്മയും ചേച്ചിയും മാറി നിൽക്കുന്നു. ശ്രീജ സ്റ്റേജ് നിയന്ത്രിക്കുന്നു. മൂന്നുപേരും ഇന്നലെക്കുറിച്ചോ നാളെക്കുറിച്ചോ ചിന്തിക്കാതെ ഇന്നിൽ സ്വയം മറന്ന് ആസ്വദിക്കുകയാണ്. മക്കൾ ചിത്രശലഭങ്ങളെപ്പോലെ പാറി നടക്കുന്നു. ഒരു നിമിഷം ശ്രീജ തന്നെ കണ്ടിരിക്കുന്നു. അവൾ ചിരിച്ചുകൊണ്ട് കൈ കാണിക്കുന്നു. എന്തൊരു ഭംഗിയാണ് എൻ്റെ ശ്രീജ ചിരിക്കുന്നത് കാണാൻ. 35-ലും ടീനേജിൻ്റെ വേഷം അഭിനയിക്കുകയാണ് എൻ്റെ പ്രിയ. അവൾക്ക് ഒരു ഉർവശി അവാർഡ് കൊടുക്കാം. എൻ്റെ കൃത്യമായ സംവിധാനത്തിൻ്റെ ഫലമാണിത്. 5 കൊല്ലത്തെ തീവ്ര പ്രണയത്തിൻ്റെ ഫലമായിരുന്നു ഞങ്ങളുടെ വിവാഹം. അന്നും ഇന്നും അവൾ സുന്ദരി തന്നെ. പിണക്കവും ഇണക്കവും, ഉല്ലാസയാത്ര, സിനിമ എല്ലാം ചേർന്ന പ്രണയകാലം. എത്ര പിണങ്ങി മാറി നിന്നാലും ഞാനൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ മഞ്ഞുപോലെ അലിഞ്ഞവൾ എൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിക്കും. കുറുകി ചേർന്ന് നിൽക്കും. അവൾക്കു ഞാനും എനിക്കവളും. എന്നാലും ഞാൻ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് ശ്വാസം മുട്ടും. വിമ്മിട്ടത്തോടെ ഒന്നും മിണ്ടാതെ നടന്നു പോകും. ഹോ ദൈവമേ, എനിക്കത് കാണാൻ വയ്യ. ഗുളികൻ വിളയാടിയതുപോലെയുള്ള എൻ്റെ ദേഷ്യത്തെ പഴിച്ച് ഞാൻ ഓടി പുറകെ പോകും. ആ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കണം. നമ്പ്യാർ ഫാമിലിയിൽപ്പെട്ട ഞാൻ തീയ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നത് വീട്ടിൽ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. 1 വർഷത്തെ നീണ്ട വാദപ്രതിവാദത്തിനൊടുവിലാണ് അവർ അർദ്ധസമ്മതം മൂളിയത്. ശ്രീജയുടെ ചുറ്റുപാടുകൾ അച്ഛൻ രഹസ്യമായി അന്വേഷിച്ചു. തങ്ങളെക്കാൾ ഭൂസ്വത്തും സമൂഹത്തിൽ നല്ല വിലയും നിലയുമുള്ള ആണ് അവളുടെ അച്ഛൻ എന്നറിഞ്ഞപ്പോഴാണ് മൂളൽ കെട്ടിയത്. അമ്മാവന്മാരും വല്യച്ഛനും മറ്റും അവരുടെ വീട്ടിലേക്ക് പോയി. വലിയ 2 നില വീട് കണ്ടപ്പോഴേ എല്ലാവർക്കും പിടിച്ചു. പിന്നെ താമസിയാതെ വിവാഹമായി. അച്ഛൻ ചേച്ചിക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ സ്വർണം ശ്രീജയ്ക്കുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ജാതി പ്രശ്നം പൊന്തി വന്നു. തീയർ പൊതുവെ അങ്ങനെയാണ്. വൃത്തി പോരാ എന്ന് തുടങ്ങി ഓരോ പരാതികൾ. സത്യമല്ലാത്ത കാര്യം പറഞ്ഞാൽ എൻ്റെ ശ്രീജയ്ക്കും ദേഷ്യം വരും എന്നെനിക്കറിയാം. അല്പം മദ്യപിക്കുന്ന അച്ഛൻ പറയുന്നത് കാര്യമാക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. ക്രമേണ അമ്മയും തുടങ്ങി. ഞാനുള്ളപ്പോൾ അമ്മ വളരെ സ്നേഹഭാവത്തിൽ നിൽക്കുമെങ്കിലും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവളെ പല രീതിയിൽ പീഡിപ്പിച്ചിരുന്നു. പഴകിയ ഭക്ഷണം കൊടുക്കുക, ആവശ്യത്തിന് കറി കൊടുക്കാതിരിക്കുക, വൈകുന്നേരങ്ങളിൽ ചായയില്ല, എല്ലാ സാധനവും വെച്ച് പൂട്ടിവെക്കുക. മാനസികമായി തളർന്ന എൻ്റെ ശ്രീജ പറയാതെ തന്നെ ഞാൻ കണ്ടുപിടിച്ചതാണിതെല്ലാം. മൂത്ത മകനെ പ്രസവിച്ചിട്ട് വന്നപ്പോൾ മുതൽ പ്രശ്നം വളരെ മോശമായി. കുഞ്ഞിനെ നോക്കലും വീട്ടുപണിയും ശ്രീജയുടെ കഷ്ടത ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛനോടും അമ്മയോടും ഒന്നും പറയാൻ തോന്നിയില്ല. ശ്രീജ 2ാമത്തെ പ്രസവത്തിന് പോയപ്പോൾ എനിക്ക് ദുബായിൽ ജോലി കിട്ടി. എത്രയും വേഗം 3 പേരെയും അങ്ങ് കൂട്ടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ സംഭവം. അമ്മയോട് എന്തോ കയർത്ത് പറഞ്ഞു എന്നാരോപിച്ച് അച്ഛൻ ശ്രീജയെ രാത്രി ഇറക്കി വിട്ടു. മക്കളെ ചോദിച്ചു കൊടുക്കാതിരുന്നപ്പോൾ ഭയം കൊണ്ടോ എന്തോ അവൾ ബോധം കെട്ടു. നേരം വെളുക്കും വരെ പുറത്തു കിടന്ന അവൾ ഒരു തീരുമാനത്തിലെത്തി. ഇവരുടെ മകനെ എനിക്ക് വേണ്ട. രാവിലെ മക്കളുമായി സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ അത് പറയുകയും ചെയ്തു. മക്കളുമായി വീട്ടിലെത്തിയ മകളെ കണ്ട് അവളുടെ അച്ഛന് കോപം വന്നു. പിന്നെ സംസാരം 2 വീട്ടുകാരുമായി.
വിവരമെല്ലാം അറിഞ്ഞ് താൻ സ്തംഭിച്ചു പോയി. ജോലി ഉപേക്ഷിച്ച് പോരാൻ വരെ പറ്റാത്ത അവസ്ഥ. ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവളെ ഉപേക്ഷിക്കുക എന്നതേ പറയാനുള്ളൂ. ശ്രീജയെ ആശ്വസിപ്പിക്കുമെങ്കിലും തെറ്റാരുടെ ഭാഗത്താണെന്ന് കാണാതെയുള്ള എൻ്റെ സംസാരം അവളെ ചൊടിപ്പിച്ചു. ഡിവോഴ്സ് നോട്ടീസ് വന്നു. ഒപ്പിട്ട് കൊടുക്ക്, നിനക്ക് നല്ല നമ്പ്യാത്തി പെണ്ണിനെ കിട്ടും. മക്കളെയും അവൾക്ക് കൊടുക്ക്, കേസ് വേഗം തീരും, അച്ഛൻ വാശിയോടെ പറഞ്ഞു. ചേച്ചിയും ഭർത്താവും സപ്പോർട്ട് ചെയ്തത് അവർക്ക് ധൈര്യമായി. ഞാനൊന്ന് ചേർത്ത് പിടിച്ചാൽ പൂച്ചക്കുട്ടിയെപ്പോലെ നിന്ന എൻ്റെ ശ്രീജ ഒരു സിംഹിയെപ്പോലെ ഗർജിച്ചു. ദീപു, ഒരമ്മയുടെ ഈ മകനെ തട്ടിയെടുക്കണമെന്ന് എനിക്കില്ല. നീ അവരോടൊപ്പം നിന്നു. മക്കളെ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന വാശിയിൽ അവൾ നിന്നു. എനിക്കെൻ്റെ വീട്ടുകാരും വേണ്ട, അവളുടെ വീട്ടുകാരും വേണ്ട. ഞാൻ തീരുമാനിച്ചു. ശ്രീജയുമായി സംസാരിച്ചു. മേലിൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല, അവരോട് സംസാരിക്കാൻ നിർബന്ധിക്കില്ല എന്ന് തുടങ്ങി അവൾ പറഞ്ഞ എല്ലാ നിബന്ധനകളും ഞാൻ അംഗീകരിച്ചു. എൻ്റെ ശ്രീജ, അവളെ പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ല. എൻ്റെ മക്കൾക്ക് അച്ഛനായി ഞാൻ എപ്പോഴും ഉണ്ടാവണം. 3 പേരെയും ദുബായിലേക്ക് കൂട്ടി. നിശ്ചയിച്ച ദിവസം ഞാൻ കാറുമായി ചെന്ന് അവൾ മക്കളെയും കൊണ്ടിറങ്ങി വന്നു. ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിൽ പറന്നു. നീണ്ട 14 കൊല്ലം വേണ്ടി വന്നു ആ കലിപ്പലിയാൻ. മരുമകളുടെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ നാട്ടിലെത്തി. ശ്രീജയും മക്കളും അവളുടെ വീട്ടിൽ നിന്നു. അമ്മയും ചേച്ചിയും കൂടിച്ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടു വന്നു. അപ്പോൾ മുതലുള്ള അഭിനയം ഭംഗിയായി ചെയ്യാൻ ദുബായിൽ നിന്ന് തന്നെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. ശ്രീജ ഭംഗിയായി അഭിനയിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ മടങ്ങിപ്പോകും. അതുവരെ ഈ അഭിനയം തുടരണം. ഇളയച്ചൻ ഇന്നലെ പറഞ്ഞു. ദീപു, നീയാണ് മിടുക്കൻ. സ്വസ്ഥവും ശാന്തവുമായ ജീവിതത്തിന് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. നീ നല്ലൊരു ഡയറക്ടറാണ്. അതെ, ഞാൻ നല്ലൊരു ഡയറക്ടറും എൻ്റെ ശ്രീജ നല്ല അഭിനേത്രിയും. ശുഭം.